ഇതിൽ ഞാൻ പറയുന്നത് ഞാൻ അനുമോള് പറഞ്ഞിരിക്കുന്ന ആ ഒരു സീൻ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയത്തുമില്ല. പുറത്തുനിന്ന് നിങ്ങളെ പോലെ തന്നെ കണ്ടിട്ട് കയറിയ ആളാണ്. അപ്പം ഞാൻ അനുമോള് പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ അതാ പറഞ്ഞത്, ജിസേലിന്റെ ആരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കാണാത്തതായിട്ടും എനിക്കൊന്നും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോള് പറഞ്ഞതിൽ ഒരു എക്സ്റ്റെന്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട്. ചില സമയത്ത് ചില മനുഷ്യന്മാരുടെ പെരുമാറ്റം കാണുന്ന സമയത്ത് ഓന്ത് പോലും നാണിച്ചു പോകുമെന്ന് തോന്നി പോകാറുണ്ട് അല്ലെ? അത്തരത്തിലുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മറ്റാരുമല്ല, റീസെന്റ് ബിഗ് ബോസിൽ നിന്നും എവിക്റ്റ് ആയി പോയ പ്രവീൺ എന്ന് പറയുന്ന മനുഷ്യൻ. ഇപ്പൊ പ്രവീൺ എവിക്റ്റ് ആയ സമയത്ത് ബിഗ് ബോസ് കാണുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? പ്രവീണിനെ പുറത്താക്കിയത് എന്തുകൊണ്ടും ഒരു അൺഫെയർ എവിക്റ്റ് ആണ് എന്നുള്ളത്. കാരണം ഈ ആഴ്ച പ്രവീൺ പുറത്തു പോകുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. അത് പ്രവീൺ നല്ലൊരു ഗെയിമർ ആയതുകൊണ്ടല്ലേ കേട്ടോ എല്ലാവരും അങ്ങനെ പറഞ്ഞത്. നേരെ മറിച്ച് പ്രവീണിനേക്കാളും ആ വീട്ടിൽ നിന്ന് നേരത്തെ അർഹരായ ചിലരുണ്ട്. അതിൽ എടുത്തു പറയുന്ന ഒരാളാണ് സാബുമാൻ. ആ മനുഷ്യൻ അവിടെ ഉള്ളത് തന്നെ ആർക്കും അറിയത്തില്ല. ഇപ്പൊ ബിഗ് ബോസിന്റെ എപ്പിസോഡിനെ എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ രാവിലെ 8 മണിക്ക് ഡാൻസ് കളിക്കുന്ന സമയത്ത് സാബുമാനെ കാണാൻ സാധിക്കും. പിന്നെ ആ മനുഷ്യനെ എവിടെയും കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. വെറും ഒരു വേസ്റ്റ് മത്സരാർത്ഥി എന്ന് തന്നെ വേണമെങ്കിൽ സാബുമാനെ വിശേഷിപ്പിക്കാം. എന്ത് കണ്ടിട്ടാണ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു മത്സരാർത്ഥിനെ സെലക്ട് ചെയ്തെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാക്കുന്നില്ല. ഒരു പക്ഷേ സാബുമാന് പകരം മറ്റാർക്കെങ്കിലും അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല കാര്യമായേനെ. സാബുമാനൊന്നും ശരിക്കും ഒരു ദിവസം പോലും ബിഗ് ബോസിൽ നിൽക്കാൻ അർഹനല്ല. അങ്ങനെയുള്ള ആളിപ്പോ 2 ആഴ്ചയായിട്ട് ബിഗ് ബോസിനുള്ളിൽ തന്നെയാണ് അല്ലെ? ആദ്യത്തെ ആഴ്ച വൈൽഡ് കാർഡായി കയറിയവരെ എവിക്റ്റ് ആക്കില്ല ബിഗ് ബോസ്. അതിന്റെ ആനുകൂല്യത്തിൽ സാബുമാൻ ഒരാഴ്ച പിടിച്ചു നിന്നു കരുതാം. പക്ഷെ 2ാമത്തെ ആഴ്ച ആയിട്ടും ആ മനുഷ്യൻ അവിടെ വെച്ച് പൊറപ്പിച്ചിട്ട് പ്രവീണെ പോലുള്ള ആളുകൾ അവിടെ എവിക്റ്റ് ആക്കിയത് ഒരു തലത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അത് പ്രവീൺ എവിക്റ്റ് ആവുന്ന സമയത്ത് രാജേന്ദ്രൻ തന്നെ പറയാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മൾ വിചാരിക്കുന്നതല്ല ബിഗ് ബോസിന്റെ തീരുമാനം എന്നുള്ള രീതി. എന്തായാലും ഒരു കാര്യത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു അൺഫെയർ എവിക്ഷൻ തന്നെയായിരുന്നു പ്രവീണിനെ എവിക്റ്റ് ചെയ്തത്. ഒരു പക്ഷേ സാബുമാൻ എവിക്റ്റ് ചെയ്തതിന് ശേഷമായിരുന്നു പ്രവീൺ എവിക്റ്റ് ചെയ്തതെങ്കിൽ അത് പിന്നെയും ഓക്കെ ആയേനെ. എനിക്ക് തോന്നുന്നത് സാബുമാൻ ഇത്രയും ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിലവിൽ ബിഗ് ബോസിൽ ഒരു ഹോട്ടൽ ടാസ്ക് നടക്കുന്നുണ്ടല്ലോ. അതിലൊരു പ്രതിമായി രാവിലെ മുതൽ രാത്രി വരെ അനങ്ങാണ്ട് നിൽക്കുക എന്നുള്ളതായിരുന്നല്ലോ സാബുമാന്റെ റോൾ എന്ന് പറയുന്നത്. മിക്കവാറും അതിന് വേണ്ടി ആയിരിക്കണം സാബുമാൻ ഇത്രയും ദിവസം ബിഗ് ബോസ് ഹോൾഡ് ചെയ്ത് വെച്ച്. അല്ലാണ്ട് ഇപ്പൊ എന്താ ഇതിനൊക്കെ പറയാം. അടുത്ത ആഴ്ചയെങ്കിലും സാബുമാനെ പിടിച്ച് പുറത്തിടുമെന്ന് വിചാരിക്കാം. എനിവേ, ഇനി നമുക്ക് നമ്മുടെ മെയിൻ പോയിന്റിലേക്ക് വരാം. ഈ പ്രവീൺ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ച് ചില ഓൺലൈൻ മീഡിയകൾക്ക് കുറച്ച് ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രവീൺ പറയുന്ന ഒരു കാര്യം നമുക്കൊന്ന് കണ്ടുനോക്കാം. ബോളിവുഡിലെ ഒരു സ്ട്രാറ്റജിയാണ് ജിസയിലും ആയിട്ടും ചെയ്യുന്നത്. പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നത് ലവ് സ്ട്രാറ്റജി ആണെന്ന് വെച്ചല്ല, ഒരു വേറൊരു കോണ്ടന്റ് കൊടുക്കുന്ന രീതിയിൽ ഒരു നെഗറ്റിവിറ്റി. അതിനെ നിങ്ങൾ എങ്ങനെ നോക്കിയാണ്? ഞാനതാ പറഞ്ഞു, ജിസേലിന്റെ ആരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കാണാത്തതായിട്ടും എനിക്കൊന്നും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോള് പറഞ്ഞതിൽ ഒരു എക്സ്റ്റെന്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, എനിക്കറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എപ്പോഴും പറഞ്ഞുതരാം. ശരി, അപ്പോൾ അത് ബിഗ് ബോസ് ഒതുക്കിയതായിട്ട് തോന്നുന്നു. അപ്പം ശരി, ഞാൻ പൊക്കോട്ടെ. അത് ബിഗ് ബോസിന് ഇല്ല, എനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ എങ്ങനെ അത് അവർക്ക് കൂടുതൽ ഫേവർ കൊടുക്കുമ്പോഴല്ലേ അങ്ങനെ സാധനം പുറത്തു വരാതിരിക്കുന്നത്? അത് ആയിരിക്കാം, അല്ലായിരിക്കാം. അത് ഷോടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ നിന്നിട്ട് എന്റെ കോണ്ടന്റുകളൊന്നും വെളി വന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് എന്നെ അങ്ങനെ രീതിയിലും കാണിക്കും. ഓക്കെ, അപ്പൊ ആശാൻ ഇവിടെ പറയാതെ പറഞ്ഞു വെക്കുന്നത് ജിസയിലും ആര്യനും ബിഗ് ബോസ് ഒരു ഫേവറേറ്റിസം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ? അതിന് കൂട്ടത്തിൽ തന്നെ തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യം എന്താണ്? ആര്യനും ജിസയിലും കാര്യത്തിൽ നിങ്ങൾ കാണാത്ത പലതും അവിടെ നടക്കുന്നുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് അല്ലെ? വിസ്മീൻ അവര് തമ്മിൽ എന്തൊക്കെയോ ചുറ്റുകാലം ഉണ്ട് എന്നർത്ഥം. ആര്യനും ജിസയിലും സംഭവം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ആര്യൻ ജിസയിലും ഒരുമിച്ചാണ് ഒരു കട്ടിൽ കിടന്ന് ഉറങ്ങുന്നത്. അവരുടെ തൊട്ടടുത്തുള്ള കട്ടിലാണ് അനുമോൾ എന്ന് പറയുന്ന മത്സരാർത്ഥി ഉറങ്ങുന്നത്. ഒരു ദിവസം അനുമോൾ ഇവരെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇവർ കട്ടിലിൽ വെച്ച് കിസ് ചെയ്യുന്ന രംഗം ഞാൻ കണ്ടു എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് പച്ച കള്ളമായിരുന്നു. അന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്ന സമയത്ത് അനുമോൾ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആ സംഭവം ആരും മറന്നു കാണില്ല എന്ന് വിചാരിക്കുന്നു. ആ സംഭവത്തെ കുറിച്ചാണ് ഇപ്പൊ പ്രവീൺ പറയുന്നത്. ആര്യനും ജിസയിലിന്റെയും കാര്യത്തിൽ എന്തൊക്കെയോ ചുറ്റുകളികൾ അവിടെ നടക്കുന്നുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കാം, പക്ഷെ ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് പറയാമെന്നൊക്കെ. ശരിക്കും പറഞ്ഞാണെങ്കിൽ അനുമോള് ജിസേലിനും ആര്യനും കുറിച്ച് ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് ഈ പറയുന്ന പ്രവീൺ ബിഗ് ബോസ് വീട്ടിൽ ഇല്ലായിരുന്നു. അതിനുശേഷമാണ് വൈൽഡ് കാർഡായിട്ട് ബിഗ് ബോസിലേക്ക് കയറി വന്നത് അല്ലേ? ഒരു പക്ഷേ വൈൽഡ് കാർഡായി കയറി വന്നതിന് ശേഷം ജിസേലും ആര്യനും തമ്മിൽ പലതും ചെയ്യുന്നത് ഇവർ കണ്ടിട്ടുണ്ടാകാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരൊന്നും പറയില്ലല്ലോ. എന്തായാലും ആര്യനും ജിസേലിനെ കുറിച്ച് പലതും പറയാനുണ്ട്. അത് ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞ ഇതേ ആള് തന്നെ ഒരു ദിവസം മുമ്പേ ഒരു ഓൺലൈൻ ചാനലിന് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ വെച്ച് ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആശാന മറുപടി നമുക്ക് കേട്ടോക്കാം. പ്രവീൺ അകത്തുള്ളതിനെ കഴിഞ്ഞും പുറത്തിറങ്ങി എയർപോർട്ടിൽ ഒരു ബൈറ്റ് കൊടുത്തു. അത് ഭയങ്കര ചർച്ചയാണ്. ടിൽ നൗ അത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, ജിസേലും ആര്യനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത് സത്യമാണോ അല്ലയോ എന്നുള്ളതിന് ജനങ്ങൾക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷെ ലാലേട്ടൻ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിനുള്ളിൽ മത്സരിച്ച ഒരു വ്യക്തി വന്നിട്ട് പറയുന്നു അവർ തമ്മിൽ പല റിലേഷൻഷിപ്പും ഉണ്ട്. എന്താണ് വാസ്തവം? അത് വാസ്തവം എന്ന് വെച്ചാൽ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഇത്രയും മീഡിയാസ് ഉണ്ട് നമ്മളുടെ അടുത്ത്. അപ്പൊ പലരും പല ക്വസ്റ്റ്യൻസ് ഒരുമിച്ചാണ് ചോദിക്കുന്നത്. ആദ്യം എനിക്ക് ഓർമ്മയുണ്ട്, ബോളിവുഡിന്റെ സ്ട്രാറ്റജിയാണ് അവർ പിടിക്കുന്നത്. അനുമോള് പറഞ്ഞ
കാര്യങ്ങൾ സത്യമാണ്. എനിക്ക് വരുന്ന ഒരു 3-4-5 ക്വസ്റ്റ്യൻസ് ഒരുമിച്ചാണ് വരുന്നത്. അപ്പൊ അതിനെല്ലാം കൂടെ ആൻസർ ആയിട്ടാണ് കൊടുത്തത്. ഇതിൽ ഞാൻ പറയുന്നത് ഞാൻ അനുമോള് പറഞ്ഞിരിക്കുന്ന ആ ഒരു സീൻ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അതിനെ കുറിച്ച് അറിയത്തുമില്ല. പുറത്തുനിന്ന് നിങ്ങളെ പോലെ തന്നെ കണ്ടിട്ട് കയറിയ ആളാണ്. അപ്പം ഞാൻ അനുമോള് പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ ഇതെല്ലാം കൂടെ ഒരൊറ്റ ലൈനിൽ വന്നപ്പം ഇത് കണക്റ്റഡ് ആയതാണ്. പിന്നെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, ആര്യനും ജിസനും തമ്മിൽ പറയാനാണെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞത്. അവിടെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ പോകുന്ന എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ പ്യുവർലി പറയാൻ ഉദ്ദേശിച്ചത് മറ്റേ ആംഗിളിലൂടെ അല്ല. അവർ പക്ഷെ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ്. ആര്യനും ജിസേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള രണ്ടുപേരാണ്. കാരണം ആര്യലിന് ഫുഡ്, ഇവർ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. ഒരാൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ വേറൊരാളുടെ പ്രശ്നം വരും, അങ്ങനെ രീതിയിലാണ്. അല്ലാതെ നമ്മൾ കാണാത്തതായിട്ട് ഒരു ലാലേട്ടൻ പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം അവിടെ അത്രയും ക്യാമറകളുണ്ട്, ക്യാമറകളില്ലാതെ ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെ ഒരു ആംഗിൾ അതിലില്ല. പക്ഷെ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് ചോദിച്ചു. അപ്പൊ അതിനെല്ലാം കൂടെ ആൻസർ പറഞ്ഞപ്പോൾ ഒരൊറ്റ നറേറ്റീവ് ആയി പോയതാണ്. അല്ലാതെ അവർ തമ്മിൽ വേറെ എന്തെങ്കിലും ഉണ്ടെന്നോ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്നോ ഒന്നും ഞാനങ്ങും പറയുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കുകയാണ്? അനുമോൾ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലാണ് പോലും. അനുമോൾ അതിനെവിടെയും പറഞ്ഞിട്ടില്ലല്ലോ ഇവര് തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആണെന്നുള്ളത്. ഇവര് തമ്മിൽ മറ്റേ ടൈപ്പ് ബന്ധമാണെന്നുള്ള രീതിയിലാണല്ലോ അനുമോൾ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ അത് ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലാണ് അനുമോൾ പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ പറഞ്ഞെന്നൊക്കെ ഇയാൾ എങ്ങനെ പറയാം? പിന്നെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾ കാണാത്ത പലതും ഞാൻ കണ്ടിട്ടുണ്ട്, അനുമോൾ പറഞ്ഞ പലതിനും സത്യമുണ്ടെന്നൊക്കെ തട്ടിവിട്ട ആളാണ്. ഇപ്പൊ നേരെ തിരിച്ചു വന്ന് പറയാണ്, ആര്യനും ജിസേലും തമ്മിൽ ഒരു പ്രശ്നമില്ല, അവർ തമ്മിൽ തിക്ക് ഫ്രണ്ട്സ് അല്ലേ. ഒരാൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മറ്റാൾ ഇടപെടും, മറ്റാൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ആൾ ഇടപെടും, അവരെപ്പോലൊരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ ആയിപ്പാശാനി നേരെ അങ്ങ് പ്ലേറ്റ് മാറ്റി. എന്തായാലും ഇതിനൊക്കെ പറയാല്ലേ. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് വിളിച്ച് നല്ലോണം വാങ്ങി ചെയ്ത് കാണും. അല്ലാണ്ട് അവൻ ഇങ്ങനെ പ്ലേറ്റ് മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞില്ലേ ഇതേ പ്രവീണ് തന്നെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അനുമോളെ കുറിച്ചൊരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. കണ്ടന്റ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനം തീരെ ഇല്ല. അപ്പോ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗെയിം പ്ലാൻ വെച്ചിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോൺടെസ്റ്റന്റ് ആയിരുന്നു. അങ്ങനെ നല്ലപോലെ ഗെയിം കളിക്കുന്ന ആൾക്കാരില്ല. പക്ഷെ ഉള്ളതിൽ പിടിച്ചിരിക്കുന്ന ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അനു കളിക്കുന്നുണ്ട്. അനുവിന്റെ നല്ല ഗെയിം. കാരണം അനുവിന് അറിയാം എങ്ങനെ കോൺടെന്റ്. ഒരു ദിവസം അത് അറിയാതെ വായിന്ന് വീണ്ടും പോയി. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കോൺടെന്റ് കൊടുക്കാനാണ്, എനിക്ക് ഇത്രയും പേയ്മെന്റ് തരുന്നുണ്ട്, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒരു സിമ്പിൾ ഒരെണ്ണമുണ്ട്, ഒരു ക്യാരറ്റിന്റെ ഇഷ്യൂ, അത് വന്നോന്ന് അറിയത്തില്ല. വന്നു ചുമ്മാ അനു എന്നോട് ഒന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ എടുത്തോട്ടെ അനു വെക്കെന്ന് പറയുമ്പോൾ അവർക്കറിയാം അത് പ്രശ്നം ഉണ്ടാക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നല്ല സ്ട്രാറ്റജി ഉള്ള ആളാണ്. കേട്ടല്ലോ, അനുമോൾ അടിപൊളിയാണ്, അനുമോൾ നല്ല സ്ട്രാറ്റജി ഉള്ള ആളാണെന്നൊക്കെ തട്ടിവിട്ട ആളാണ്. ഇനി ഇതേ ആൾ തന്നെ റീസെന്റ് ഇന്റർവ്യൂവിൽ ഒന്ന് പറഞ്ഞ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. ഈ CID ആണ് അനു എന്നാണ് എപ്പോഴും പറയാറുള്ളത്. പക്ഷേ അനു ഒരു കാര്യം 1-2 കാര്യങ്ങൾ പറഞ്ഞതൊക്കെ അനുവിന് നെഗറ്റീവായിട്ടാണ് റിഫ്ലക്ട് ചെയ്തത്. ശരിക്കും അനു പറയുന്ന ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഒരു വാസ്തവം ഉണ്ടോ? എന്തായിരിക്കും അനുമോളുടെ ഗെയിം പ്ലാൻ? അനുമോളുടെ പല കാര്യങ്ങളിലും എനിക്ക് വിയോജിപ്പുണ്ട്. അതൊക്കെ ഞാൻ ആ ഷോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അനുമോളുടെ ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ മാക്സിമം എനിക്ക് തോന്നുന്നു കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി വന്നിട്ടുള്ളതാണ്. പലവട്ടം പറയുന്നത് കേട്ടുണ്ട്, കുടുംബ പ്രേക്ഷകർ ഇതെന്ത് കണ്ടെങ്ങനെ ആയിരിക്കും, നമ്മുടെ അച്ഛനമ്മമാരും അമ്മൂമ്മമാരും കാണുന്ന ഒരു ഷോ ആണ്, നമ്മൾ അതിനുവേണ്ടി നിൽക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കണം, അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കുടുംബ പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് വന്നൊരു കണ്ടസ്റ്റന്റ് ആണ്. അതിനാണല്ലോ ആളുകൾ മോഡേൺ കുലസ്ത്രീ എന്ന് പറയുന്നത്. അതെ, ഞങ്ങൾ ആ വീട്ടിൽ അങ്ങനെ വിളിക്കുമായിരുന്നു, മോഡേൺ കുലസ്ത്രീ, ഫേക്ക് കുലസ്ത്രീ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. നല്ല കാര്യം. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അനുമോളാണ് ടോപ്പ്, അനുമോളെ പോലും നല്ലൊരു ഗെയിം കളിക്കുന്ന ആൾ അവിടെ ഇല്ല, എല്ലാവരും വെച്ച് അനുമോളെന്നൊക്കെ തട്ടിവിട്ട ആളാണ്. ഇപ്പൊ വന്ന് നേരെ തിരിച്ചു പറയുന്നത് അനുമോള് മറ്റേ കുടുംബ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കളിക്കുന്ന ഒരാളാണ്, ഒരു ഫേക്ക് കുലസ്ത്രീ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. ഇതിപ്പോ 2 ദിവസം മുമ്പ് എന്താണോ പറയുന്നത് അത് അപ്പാടെ തിരിച്ചു പറയുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. എന്തായാലും കൊള്ളാൻ പറയണേ, നല്ലൊരു നിലപാടുള്ള മനുഷ്യൻ തന്നെ. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.